നമസ്തേ. 2026 വിഷുഫലം. മൂലനക്ഷത്രക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞൊരു വർഷം അവർക്ക് ഏറ്റവും നല്ലൊരു ഭാഗ്യഭാവമായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞൊരു വർഷം മുഴുവൻ ഭാഗ്യത്തിലായിരുന്നു അവരുടെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയിരുന്നത്. അപ്പോൾ ഈ വർഷം അതിൽ ഗുണങ്ങളും ദോഷങ്ങളും സമ്മിശ്രമായിട്ടൊരു ഫലമാണ് വരുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ ഈ 4 ശനിയും 7 വ്യാഴം നിന്നിരുന്നു. അപ്പോൾ എവിടെ പോകുമ്പോഴും ഒരു സ്ഥാനമാനങ്ങളും കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു വർഷത്തിൽ ജൂൺ മാസത്തോടു കൂടി ഒരു മാറ്റമാണ് അവർക്ക് വരുന്നത്. അപ്പോൾ വ്യാഴം ഒക്കെ അഷ്ടമത്തിൽ പോകുന്നു, രോഗാവസ്ഥകളെ വരുത്തുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് രോഗങ്ങളെയാണ്. അപ്പോൾ രോഗങ്ങൾ വരുന്നുണ്ട്. 4 ശനി വരുമ്പോൾ വേദനകൾ, ആരോഗ്യത്തിന് പ്രശ്നങ്ങളൊക്കെ വന്ന് വീട്ടിലിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്നൊരു സമയമുണ്ട്. ആശുപത്രിവാസം നമുക്കുണ്ടെന്നർത്ഥം. അപ്പോൾ അതിനൊക്കെ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നന്നായിട്ട് ഈശ്വരാധീനം ആവശ്യമായൊരു സമയമാണ്. വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുക, അതുപോലെ ഈ ഒരു വർഷഫലത്തിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ നമുക്ക് ഏറ്റവും ബാധിക്കുന്നത് നമ്മുടെ രോഗങ്ങൾക്കാണ്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെക്കാൾ ഉപരി നമുക്ക് രോഗാവസ്ഥകൾ വരുന്നുണ്ട്. അപ്പം അത് ശ്രദ്ധിക്കണം. അപ്പം അത് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. അതിന് ധന്വന്തരി ക്ഷേത്രത്തിൽ മുക്കിടി നിവേദ്യം എന്നുള്ളൊരു നിവേദ്യമുണ്ട്, അത് കൊടുക്കണം. ഈ ഒരു വർഷം മുഴുവൻ മാസത്തിൽ ഒരു പ്രാവശ്യം വെച്ച് കൊടുക്കുക. ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം ചെയ്യുക. ഹോമം ചെയ്യാന്ന് വിചാരിക്കുമ്പോൾ എന്തോ മൃത്യു വരിക എന്നുള്ളതല്ല. നമുക്ക് രോഗത്തിന് ഒരു ശമനം കിട്ടാനായിട്ട് ഈ മൃത്യുഞ്ജയ ഹോമം ചെയ്യുമ്പോൾ ഹോമിച്ച് കളയും നമുക്കതിലുള്ള ഹോമദ്രവ്യങ്ങൾ. അപ്പോൾ അതൊക്കെ ഏറ്റവും നല്ലൊരു ആശ്വാസമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ശ്വാസ തടസ്സമായിട്ടുള്ള കാര്യങ്ങൾ വരാൻ അവർക്ക് കൂടുതൽ ഇതുണ്ട്, ദോഷമാണ്. ഹൃദയ സംബന്ധമായിട്ടും ശ്വാസ തടസ്സം. ശിവൻ്റെ അമ്പലത്തിൽ മൃത്യുഞ്ജയ ഹോമം ചെയ്യുക, രുദ്രാഭിഷേകം ചെയ്യുക, മാസത്തിലൊരു പ്രാവശ്യം വീതം. ഇപ്പോൾ ഒരു വർഷം ഉണ്ടല്ലോ, അപ്പോൾ ഈ ഒരു വർഷം നമുക്ക് രുദ്രാഭിഷേകം മാസത്തിലൊരു പ്രാവശ്യം അത് ചെയ്യുക. പിന്നെ നമ്മൾ ഈശ്വരനെ നന്നായിട്ട് വിഷ്ണു സഹസ്രനാമം നന്നായി ചൊല്ലുക, ശിവക്ഷേത്രത്തിൽ കൂവളമാല സമർപ്പിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഈ മൂലനക്ഷത്രക്കാരെ സംബന്ധിച്ച് സാമ്പത്തികമൊന്നും അവർക്ക് വലിയ വിഷയം വരില്ല. അതൊക്കെ അഷ്ടമത്തിൽ നിന്ന് 2ലേക്ക് വ്യാഴം നോക്കുമ്പോൾ അതിനൊക്കെ നമുക്ക് റോളിംഗ് മണി ഒക്കെ നമുക്ക് കിട്ടും. പക്ഷെ നമ്മുടെ ആരോഗ്യത്തെയാണ് ഈ പ്രാവശ്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ നമുക്ക് ജോലി സ്ഥലത്ത് നിന്നായാലും ഇൻസൾട്ടിങ് ഒക്കെ വരും. നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യം, നമ്മൾ പറയാത്തൊരു കാര്യത്തെക്കുറിച്ച് ചിലപ്പോൾ അവിടെ സംസാര വിഷയം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിനെ അലട്ടും. അപ്പോൾ ആ അലട്ടിനെ ഒക്കെ വ്യാഴം അഷ്ടമത്തിൽ വരുമ്പോഴും നമുക്ക് മനസ്സിൻ്റെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വാക്കുകൾ ഭയങ്കര ക്രമീകരിച്ച് അധികം ആവശ്യങ്ങൾക്ക് മാത്രം സംസാരിച്ച് ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രകൃതം ഈ ഒരു വർഷം നമ്മൾ ഉണ്ടാക്കുക, ആ ഒരു സ്വഭാവം. ഇപ്പം നമുക്ക് ഈ ഒരു വർഷം നല്ലൊരു ഭാവത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് മൂലനക്ഷത്രക്കാർക്ക് സാധിക്കും. മൂലനക്ഷത്രക്കാർ കഴിഞ്ഞ വർഷത്തേക്കാളും ഉപരി ഈ പ്രാവശ്യം നമ്മളെ ഗുണങ്ങളുണ്ട്, നമുക്ക് ദോഷങ്ങളും ഉണ്ട്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു വർഷം നല്ലതായിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും.